എത്ര 32 ലക്ഷം രൂപയ്ക്ക് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതകളെല്ലാം തീർത്തു എന്ന് വ്യക്തമായിട്ട് ആൾക്കാരുടെ പേര് സഹിതം അച്ഛൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ നേതൃത്വം പറഞ്ഞത്? ഈ കത്ത് കള്ളാണെന്നാണ് അവർ പറയുന്നത്. സെപ്റ്റംബർ 30 എന്നൊരു ഡേറ്റ് ഞാനും എൻ്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഞാനും എൻ്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. ഒരു കുടുംബത്തെ മുഴുവൻ കടക്കണിയിലേക്ക് തള്ളിവിട്ടിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ ഈ കൊടും ചതിക്കെതിരെ നിരാഹാരമിരിക്കേണ്ട കടുത്ത തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു NM വിജയന്റെ കുടുംബത്തിന്. നേതാക്കളുടെ കണ്ണു തുറപ്പിക്കാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ DCC ഓഫീസിന് മുന്നിൽ മക്കളോടൊപ്പം നിരാഹാരമിരിക്കാൻ ഒരുങ്ങുകയാണ് NM വിജയന്റെ മരുമകൾ പത്മജ. ഈ അവസാന ശ്രമത്തിലെങ്കിലും കോൺഗ്രസ് കനിയുമോ എന്ന് കണ്ടറിയാം. എന്നാൽ 6 ദിവസമായി വയനാട്ടിലുള്ള പ്രിയങ്ക ഗാന്ധി ഇതുവരെയും ഈ കുടുംബത്തെ കാണാൻ എത്തിയിട്ടില്ല. എന്തൊരു മര്യാദകേടാണല്ലേ. കണ്ണീർ കയത്തിലായ കോൺഗ്രസ് കുടുംബങ്ങളെ കാണാൻ നേരമേയില്ല. പത്മജ അടക്കമുള്ളവരുടെ വോട്ട് നേടി ജയിച്ച ആളല്ലേ ഈ പ്രിയങ്ക ഗാന്ധി. നേരിട്ട് വന്നില്ലെങ്കിലും ഒരു ഫോൺ കോളെങ്കിലും ആ വീട്ടിലേക്ക് എത്തുമെന്ന് ആ കുടുംബം പ്രതീക്ഷിച്ചു കാണും അല്ലേ. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ പ്രവർത്തക മാത്രമല്ല, വയനാടിന്റെ MP കൂടിയാണെന്ന് ഓർമ്മ വേണം. എന്നിട്ടും ആ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതെല്ലാം അങ്ങ് പോട്ടെന്ന് വെക്കാം. NM വിജയനെയും കുടുംബത്തെയും നന്നായി അറിയുന്ന ആളല്ലേ പ്രതിപക്ഷ നേതാവ്. NM വിജയന്റെ കുടുംബത്തെ അറിയാത്തതുപോലെയുള്ള VD സതീശന്റെ പ്രകടനം അതിക്രൂരമാണ്. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം NM വിജയനെ മറന്ന മട്ടിലാണ്. നുണപ്രചാരണം നടത്തി ആ കുടുംബത്തെ അപമാനിക്കുകയാണ് പാർട്ടി. പിന്നെ ഇവരിങ്ങനെ അനാവശ്യങ്ങളും അസംബന്ധങ്ങളും മാത്രം വിളിച്ചു പറയുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക. കോൺഗ്രസിന് വേണ്ടിയാണ് NM വിജയൻ വീടും സ്ഥലവും പണയപ്പെടുത്തിയത് എന്ന് ഓർക്കണം. കോൺഗ്രസ് ചതിയിൽ മനം നൊന്ത് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് പോലും വിഷയത്തിൽ ഇടപെടാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് തന്ന പണം ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങിയെന്ന T സിദ്ദിഖ് MLA അധിക്ഷേപം സഹിക്കാനാകാതെയാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത്. 25 ലക്ഷം രൂപ നൽകാമെന്നും ബാങ്കിലെ കടം വീട്ടാമെന്നുമാണ് നേതാക്കൾ കരാറുണ്ടാക്കിയത്. എന്നാൽ പറഞ്ഞ വാക്കൊന്നും പാലിക്കാതെ വീണ്ടും വഞ്ചിക്കുന്നു. മരണശേഷവും NM വിജയനോടും കുടുംബത്തോടും അവഗണന തുടരുകയാണ്. കോൺഗ്രസിന്റെ ചതിയിലും ഗ്രൂപ്പ് പോരിലും പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവരുടെ തന്നെ നേതാക്കളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. കോൺഗ്രസ് ഒരു മാഫിയ സംഘമായി മാറുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യജീവനെടുക്കുന്ന ക്രിമിനൽ സംഘമായി കേരളത്തിലെ കോൺഗ്രസ് മാറി. PV ജോൺ, രാജേന്ദ്രൻ നായർ, NM വിജയൻ, മകൻ ജിജേഷ്, ഒടുവിൽ ജോസ് നെല്ലേടം. തങ്ങളുടെ തന്നെ നേതാക്കൾ ജീവൻ ഒടുക്കിയിട്ടും കാര്യങ്ങൾ അന്വേഷിക്കാനോ ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കാനോ കോൺഗ്രസിനാകുന്നില്ല. പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള നേതാക്കളുടെ തമ്മിലടിയിൽ ഒപ്പം പ്രവർത്തിച്ചവരുടെ ജീവൻ നഷ്ടമായിട്ടും KPCC, AICC നേതൃത്വം ക്രിമിനൽ സംഘമായ ജില്ലയിലെ നേതൃത്വത്തിനൊപ്പം നിൽക്കുന്നുവെന്നത് ലജ്ജാകരമാണ്. ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട DCC പ്രസിഡന്റ് ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ നടപടിയെടുക്കാൻ KPCC നേതൃത്വം ഇതുവരെ തയ്യാറായില്ല. ആളെ കൊല്ലി പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള പത്മജയുടെ പോരാട്ടം തുടരുകയാണ്. ഗാന്ധിജിയുടെ ആദർശം പിന്തുടരുന്ന കോൺഗ്രസുകാർ ഗാന്ധി ജയന്തി ദിനത്തിലെങ്കിലും കണ്ണു തുറക്കുമോ? കണ്ടറിയാം.